കോൺഗ്രസ് ഭരിക്കുന്ന ഇന്ത്യക്ക് രാജ്യത്തെ പ്രതിപക്ഷമാകാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി എക്കാര്യത്തിൽ നിങ്ങൾ പരാജയമായിരുന്നു. നിങ്ങളൊന്നും ചെയ്തില്ലെന്നല്ല, നിങ്ങൾ ചെയ്യുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ച പലതും നിങ്ങൾ ചെയ്തില്ല. ഒരു കാര്യത്തിലും രാജ്യത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളിൽ ഭരണകൂടത്തെ വിറപ്പിക്കുന്ന ഒരു പ്രക്ഷോഭം നടത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. പ്രസംഗങ്ങൾക്കും പ്രസ്താവനകൾക്കും സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകൾക്കും അപ്പുറം പ്രതിപക്ഷം എന്തു ചെയ്തു? മോദി സർക്കാരിന്റെ വർഗീയതയും അഴിമതിയും പൊള്ളയായ അവകാശവാദങ്ങളും തെളിവ് സഹിതം പുറത്തുകൊണ്ടുവന്ന യൂട്യൂബർമാരായ ധ്രുവ് റാട്ടി, രവീഷ് കുമാർ, അഭിഷേക് ബാനർജി തുടങ്ങിയവരാണ് പ്രതിപക്ഷത്തെക്കാൾ മോദി സർക്കാരിനെ നേരിട്ടത്. പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ലെന്ന് മറക്കുന്നില്ല. ഇ ഡി ഉൾപ്പെടെ സകല സർക്കാർ സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് നേതാക്കളെ കേസിൽ കുടുക്കുകയും പാർലമെന്റിൽ നിന്ന് പുറത്താക്കുകയും ജയിലിലിട്ടും സർവാധിപത്യ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സർക്കാരിനെ അടിയന്തരാവസ്ഥയിലല്ലാതെ ഇന്ത്യക്ക് പരിചയമില്ല. പ്രതിപക്ഷവും പകച്ചുപോയിട്ടുണ്ടാകും. ഏറെ പൊരുതി നേടിയ വിജയമാണ് പ്രതിപക്ഷത്തിൻ്റെത്. പക്ഷെ തിരുത്താൻ ഏറെയുണ്ട്. ഇനി ജനകീയ വിഷയങ്ങളിൽ ഇടവേളകളില്ലാതെ ഇടപെടണം. ഇനി മുഴുവൻ സമയം പ്രതിപക്ഷ നേതാവ് ഉണ്ടാകണം. മുന്നണിയിൽ നേതൃത്വം ഉണ്ടാകണം, ഐക്യമുണ്ടാകണം. അധികാരമോഹികളായ ഒറ്റുകാരെ കരുതിയിരിക്കുകയും വേണം.